കർണാടകയിലെ പേരോടായി അറിയുന്ന ഈ തോക്ക സഖാഫി, അയാൾ പിന്നീട് നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമുണ്ട്. ഞാൻ വേറെ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, ഇവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പരാമർശിക്കുന്ന അധികവും. അപ്പം അദ്ദേഹം കാര്യമായി ഇവിടെ പറയുന്ന ഒരു വിഷയം, ഇപ്പോഴുള്ള ആളുകൾ, അതായത് ത്വരീഖത്തിൻ്റെ പേരിൽ മശായിഖിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉലമാഇനെ ചീത്ത പറയുന്നവർ ആണ് എന്നാണ്. അവരുടെ സംസാരം തെറിയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ കർണാടകയിലും കേരളത്തിലൊക്കെയുള്ള എല്ലാ ആളുകൾക്കും, വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒക്കെ അറിയാം, തെറിയുടെ വിഷയത്തിൽ നമ്പർ 1 AP സമസ്തക്കാരാണെന്നതിൽ ആർക്കാ തർക്കമുള്ളത്? എന്താണ് അവരുടെ വായകളിൽ നിന്ന് വരുന്നത്? എന്താണ് അവരുടെ എഴുത്തുകളിൽ പ്രകടമാകുന്നത്? അപ്പം ആദ്യം അതും അദ്ദേഹം എന്ന് പറഞ്ഞിട്ട്, അയാളെ കൂടുതൽ ഞാൻ പിടികൂടുന്നില്ല, എന്നെ വലിയ പേരോട് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഇയാൾ കൂടുതൽ പ്രസംഗിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. അപ്പം ഏതായാലും ഒന്നും കൂടി അയാൾ ഇടപെട്ടോട്ടെ. പറയേണ്ട വിഷയങ്ങളാണ്. മഗ്രിബിനോട് അടുത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആലിമീങ്ങളെ കുറ്റം പറയുന്ന, ഉസ്താദുമാരെ ചീത്ത വിളിക്കുന്ന ത്വരീഖത്ത് ഇസ്ലാമിലില്ല. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രവിധാനങ്ങളല്ല, തസ്ബീഹിന്റെ മാല കഴുത്തിലിടലല്ല. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ചികിത്സയല്ല. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു 4-5 മോതിരം. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനവും അല്ല. അതും കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷെ അവിടെ അയാൾ തെറി പറയാ, ചീത്ത പറയാ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളാരും ഒരാളെയും ഇവിടെ തെറി പറഞ്ഞിട്ടില്ല. വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് പറയുമ്പോൾ തൊഴീർ ഉസ്താദായി, അൻവർ ഉസ്താദായി, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരായി അവരാ വിഷയത്തിൻ്റെ കാഠിന്യം അറിയിക്കാൻ വേണ്ടി അത് പറയും. അല്ലാതെ ഇവരെപ്പോലെ തെറി പറയുന്ന ലോകത്താരാളുള്ളത്? ഹക്കും ബാത്തിലും മനസ്സിലാക്കാൻ അത് തന്നെ മതി എന്നാണ് ഇപ്പോൾ പൊതുജനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, തെറി പറയാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. അതും ആരെ? വലിയ വലിയ മശായിഖന്മാരെ അവരുടെ ഫോട്ടോ വെച്ച് പരിഹസിക്കുക. മശായിഖന്മാരാണെന്ന് അവരുടെ നേതാക്കൾ തന്നെ കാണിച്ചു കൊടുത്തവരാണ് അവർ ഈ പരിഹസിക്കുന്ന മഹാരഥന്മാർ. അവരെ വരെ പരിഹസിച്ച് തെറി പറഞ്ഞ് ഇത്രയേറെ ഒരു മനുഷ്യൻ്റെ മൊയിലേര് പോയിട്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ വായയിൽ നിന്ന് വരെ വരാൻ പാടില്ലാത്ത തെറികളാണ് ഇവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് പറഞ്ഞാൽ അതിനും തെറിയ വരാം. എന്നിട്ട് നമ്മളെ സംബന്ധിച്ച് പറയും നമ്മളെന്തോ ചീത്ത പറയാണ്. അപ്പോൾ ഒന്ന് കേട്ടോട്ടോ, ഇനി അദ്ദേഹം തന്നെ പറഞ്ഞ തെറി ഒന്ന് കുറച്ച് കേട്ടു നോക്കാം. സ്റ്റേജിൽ പറഞ്ഞ തെറി ആര്? ഇപ്പം ഈ പറഞ്ഞ വിദ്വാൻ സിംഹിങ്ങനെ നടന്നു പോകുമ്പോ ദൂരെ നിന്ന് കാണുന്ന പട്ടികള്, നായ്ക്കള് കുരക്കാറുണ്ടല്ലോ. ആ കുരക്കുന്ന നായികൾക്ക് സിംഹം മറുപടി കൊടുക്കാറില്ലല്ലോ. അതുകൊണ്ട് നീ പട്ടിയാണോ, നീ നായിയാണ്, കുരക്കുന്ന നായിയാണോ? അതുകൊണ്ട് തെരുവുകളിൽ കുരക്കുന്ന നായികൾക്ക് മറുപടി എടുക്കാൻ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പോകില്ല, പൊന്മോൾ ഉസ്താദ് പോകില്ല, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അലിമീങ്ങൾ പോകില്ല. കാരണം ഞങ്ങൾ ആരും തന്തയില്ലാത്ത പട്ടികൾക്ക് മറുപടി പറയുന്നവരല്ലടോ. അതുകൊണ്ട് നന്നായി മനസ്സിലാക്കണം. നല്ല വാക്കുകളല്ലേ നിങ്ങൾ കേട്ടേ? നല്ല സംസ്കാരം, എന്താ ഉഷാറ്. ബലാരിഞ്ഞ് തെറി പറയുന്ന ആളുകളൊന്നുമല്ലോ. ഏതെങ്കിലും ഒരു തെറിയുടെ വാക്ക് പറയാൻ ഇനി നിങ്ങളെ നിഘണ്ടുവിൽ ഉണ്ടോ? തെറിയല്ലാതെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഒരാവശ്യമില്ലാതല്ലേ തെറി പറയില്ല. ഞങ്ങൾ പ്രാമാണികമായി പറയും, നിങ്ങൾ തെറി പറയും. അത് നമ്മൾ മാത്രമല്ല. ഇപ്പോൾ ഇവരോട് ഏതെങ്കിലും രൂപത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അപ്പുറത്ത് ആരാന്ന് നോക്കൂല, അതിന് ഫുള്ള് തെറിയായിരിക്കും. തെറിയിൽ ഏതായാലും നിങ്ങളെ തോൽപ്പിക്കാൻ ഇന്ന് ആർക്കും കഴിയൂല. അതിലേറ്റവും ഉഷാർ നിങ്ങൾ തന്നെയാണ്. അത് നമ്മൾ സമ്മതിച്ചു തന്നു. അത് മതി ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ. ഇത് ആരാ സ്വഭാവം? ആരങ്ങൾക്ക് ഈ സ്വഭാവം പഠിപ്പിച്ച്? ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നേതാവ് AP ഉസ്താദ് പോലും ഈ സ്വഭാവത്തിലില്ല എന്നാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ തട്ടിൽ നിന്ന് ബിസിനസ്സുമാൻ്റെയും കുറ്റ്യാടിക്കാരൻ്റെ ഒക്കെ സ്വഭാവം പഠിച്ചതാണ് ആകെ കുഴപ്പമായത്.
മൊത്തം നാശാക്കി. ഇവരെന്നെ എന്നിട്ട് പിന്നെ നമ്മളെ കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വോട്ട് ചെയ്യണ ഒരു ഫോട്ടോ ഇട്ടു. അതിൻ്റെ പിന്നിൽ തെറി പറഞ്ഞ് എല്ലാ അതിരുകളും ലംഘിച്ചപ്പോൾ ഇവരെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ഉപദേശിക്കട്ടെ, മക്കളെ നമ്മളെ വിലയിരുത്തൂല ആൾക്കാരൊന്നും മിണ്ടാതെക്കി, അയാൾ എന്തോ ഇട്ടോട്ടെ, അതെന്നെ മതി നിങ്ങൾ ബാത്തിലിൻ്റെ മേലാന്നില്ല തെളിവ്. ഇയാൾ സ്റ്റേജ് പറഞ്ഞത് തെറിയാപ്പത്, അയാളാ പറഞ്ഞേ നമ്മൾ തെറി പറയാണ്. അപ്പൊ അതിലൊന്നും നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പൊ നമ്പർ 1 നിങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ആ വിഷയം ഇരിക്കട്ടെ. പറഞ്ഞുകൊണ്ട് ഞാൻ ആ രണ്ടും കൂടി ഒന്ന് കേൾപ്പിച്ചതാണ്. ഞാൻ അടിസ്ഥാന വിഷയത്തിലേക്ക് വരാം.